എന്നാലും ഭയങ്കരമായി പോയി സാറേ. അവര് എത്ര പേരുണ്ടായിരുന്നടാ? അവരൊരു 10-15 പേരുണ്ടാവുന്ന പറഞ്ഞത് അല്ലേ? നീ ക്യാമ്പിലില്ലായിരുന്നു? ഭാര്യന്റെ ഒപ്പം കിടക്കാൻ പോയി അല്ലേ? എവരെ കൊണ്ട് സാധിക്കില്ല പരശുറാം. ഇല്ലെങ്കിൽ ഇന്നലെ തന്നെ എല്ലാ പട്ടികളും പിടിക്കാമായിരുന്നു. അവന് ജോസഫും ഉണ്ടായിരുന്നു അല്ലേ? കോഴിക്കോട്ട് നിന്നും കുറച്ചു പേർ വന്നിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. ഒരു അനിത, ഫിലിപ്പ്, വാസു. നിങ്ങൾ പോലീസുകാർ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. നമ്മ അറിഞ്ഞിട്ടുണ്ട്. എങ്ങനായാലും 2 ദിവസത്തിൽ എല്ലാവരെയും കസ്റ്റഡിയിൽ എടുക്കണം. അതിന് പണമോ ആളോ വണ്ടിയോ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. നാം വിട്ടുതരാം. തനിക്ക് മുതലാളി പറഞ്ഞ മനസ്സിലായല്ലോ? യെസ് സർ. ദാസപ്പ, ഊട്ട് കൂടെ ഇവർക്ക്. വയ്ക്കോ വയ്ക്കോ. നീ കഴിച്ചതാണല്ലേ? അതെ മുതലാളി. കഴിക്കാതെ വന്ന കനകൻ നിന്നെ വൈകുന്നേരം വീട്ടിൽ കേട്ടില്ല അല്ലേ? മുട്ടാൾ. അതെ, സൈവർ കാണണ്ട. അതൊക്കെ സൈവറുടെ ആൾക്കാരാ. നമ്മുടെ SP IG ഒക്കെ വരുമ്പോ ഇതുങ്ങളെ കൊണ്ടാ സൽക്കരിക്കുന്നത്. സൈവറുടെ ഒരു ഭാഗ്യം നമ്മുടെ സാറുമാരും. അപ്പാ വിട്ടോ. കൈയോടെ പോയി മുതലാളിയെ കാണാം. കൊച്ചന്റെ വീട്ടിലിരിക്കട്ടെ. അയ്യോ അമ്മേ, അയ്യോ മതിയടാ. ഇനി അടിക്കണ്ട. അവൻ ചത്തുപോകും. പാവം. എത്ര രൂപയാണ് അവൻ ഇനി തരാനുള്ളത് കുഞ്ചുനായരെ? 115 റുപ്യ. അത് തീരും വരെ പണിക്ക് വരുമെന്ന് ചോദിക്കട ചാക്കോ. അവന്റെ കൂട്ടത്തിലെ എല്ലാവരുടെയും കണക്ക് നോക്കി വെച്ചോ കുഞ്ചുനായരെ. എന്താണ് മാത്തൻ, കുറച്ചായാലോ ഈ വഴി കണ്ടിട്ട്? ആരാ ഇവൻ? എന്റെ ഒരു ബന്ധുവാ. ഇവിടെ എങ്ങാനും അല്പം മണ്ണ് വാങ്ങി പണിയെടുത്ത് കഴിയാൻ വന്നതാ. എത്ര രൂപ ഉണ്ട് കയ്യിൽ? 3000. എന്താ നിന്റെ പേര്? ജോണിക്കുട്ടി. നീ കല്യാണം കഴിച്ചതാണോ? അതെ. എന്താ നിന്റെ ഭാര്യയുടെ പേര്? പറ. സാറാമ്മ. ജോണിച്ചായ വെള്ളം. നീ കൊച്ചിനെ കൊണ്ടങ്ങ് മാറിക്കോ. അങ്ങനെ കണ്ണി പറഞ്ഞു. എന്നാ
വന്നേ. എന്താ വരാൻ? ദാസപ്പ, എന്താ അവന്റെ പേര്? ജോണിക്കുട്ടി. ആ, അവരെ വിളിക്കേ. വാ. എന്താ നിന്റെ പേര്? സാറാമ്മ. നിന്നോട് ചോദിച്ചോ? അവളോടല്ലേ ചോദിച്ചത്? ജോണിച്ചായ, നമുക്ക് തിരിച്ചു പോവാം. ഓരോരുത്തരോടും ആ സൈവർ കാണിച്ച കാര്യം കേൾക്കുമ്പോ എനിക്ക് പേടി തോന്നുന്നു. കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം നമ്മൾ അയാൾക്ക് കൊടുത്തു പോയില്ലേ ഒച്ചേ? പട്ടിണിയാണെങ്കിലും നാട്ടിൽ നമുക്ക് മനസമാധാനത്തോടെ കഴിയച്ചായ. നാട്ടിലേക്ക് തിരിച്ചു ചെന്നാ കയറി കിടക്കാൻ ഒരു കൂരയുണ്ടോ? കൊത്തിയും കിളച്ചും ജീവിക്കാൻ ഒരു തരി മണ്ണുണ്ടോ? നീ പേടിക്കണ്ട, ഞാനില്ലേ ഇവിടെ. ആരാ? ഞാനാ തമ്പ്ര. താമിയാ? ആ, എന്താ താമി? കുന്നത്ത് കളത്തി പന്നിയിറങ്ങി. എല്ലാരോടും വരാൻ വർക്കി തമ്പ്ര പറഞ്ഞു. എന്റെ ഈശോയെ, ഇന്നലെ ഭാഗ്യ എഞ്ചിയാ, അത് പോയ എല്ലാം തീരും. നീ കഥ അടച്ച് കിടന്നോ. കൊച്ചേ, 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 എന്നാ പറ്റി? എന്നൊന്നാണ് വന്നിക്ക മനുഷ്യനെ മെനക്കെടുത്താൻ ഓരോരുത്തർമാർ ഇറങ്ങി തിരിച്ചോളും. കാണുന്നിടത്തുനിന്ന് കിട്ടാവുന്നിടത്തും ഒക്കെ കാശ് കടമാക്കും. എന്നിട്ട് കൊടുക്കാൻ ഗതിയില്ലാതാവുമ്പോ കാണിക്കും ഇതുപോലുള്ള തന്തയില്ലായ്മ. കെട്ടി ഇറക്കണോ തോലയാനായിട്ട്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഈ നാട്ടിലെ പല പെൺകുട്ടികളെയും പോലെ സാറയ്ക്കും സൈവറിന്റെ വീടിനെ ആശ്രയിക്കേണ്ടി വന്നു.
അതൊക്കെ സൈബറുടെ ആൾക്കാരാ. നമ്മുടെ SP IG ഒക്കെ വരുമ്പോ ഇതുങ്ങളെ കൊണ്ടാ സൽക്കരിക്കുന്നേ. സൈവറിന്റെ ഒരു ഭാഗ്യം.